ഞാൻ ഈ ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു നൈറ്റി തുണി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് വെച്ചിട്ട് നമ്മൾ ഇന്ന് ഒരു പട്യാല പാന്റിന്റെ വീഡിയോ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ 22ാമത്തെ ടൈലറിംഗ് ക്ലാസ് ആണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ സാധാരണയായിട്ട് ഒരു പാന്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുണി കട്ട് ചെയ്താണല്ലേ വാങ്ങിക്കാറുള്ളത്. അപ്പൊ ഞാൻ വിചാരിച്ചു തുണിയൊക്കെ വാങ്ങിക്കുമ്പോൾ നമുക്ക് എങ്ങനെ വന്നാലും ഒരു 150 രൂപ ഇല്ലെങ്കിൽ ഒരു 200 രൂപയൊക്കെ ആവും അല്ലെ. ഒരു നൈറ്റ് തുണിക്കാകുമ്പോൾ നമുക്കൊരു 125 രൂപ മുതൽ നമുക്കത് കിട്ടും. അപ്പൊ ഞാനൊരു നൈറ്റ് തുണി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നൈറ്റ് തുണി വാങ്ങിക്കുമ്പോൾ ഉണ്ടല്ലോ നമ്മൾ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഫുള്ളായിട്ട് ഒരേ ഡിസൈൻ വരുന്ന തുണിയൊന്നും വാങ്ങിക്കാം. അതായത് ചുങ്കിടി മോഡൽ അതുപോലത്തെ ഒന്നും വാങ്ങിക്കരുത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പല പല ഡിസൈൻസ്, ഇപ്പൊ നടുക്ക് ഒരു ഡിസൈൻ, താഴെ ഒരു ഡിസൈൻ, സൈഡിലൊക്കെ ഒരു ഡിസൈൻ, അങ്ങനത്തെയുള്ള തുണി ആരും വാങ്ങിക്കരുത്. ഇതുപോലത്തെ ഒറ്റ പ്ലെയിൻ തുണിയിൽ എന്തെങ്കിലും ഒരു ഡിസൈൻ, ഒറ്റ ഡിസൈനുള്ള തുണിയായിട്ട് വാങ്ങിക്കാം. നൈറ്റ് തുണി നമുക്ക് 3 മീറ്റർ ആണ് ഉള്ളത്. അപ്പൊ നമ്മൾ ഇപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ ആദ്യമായിട്ടാണ് പാന്റിന്റെ ഒരു വീഡിയോ പഠിക്കുവാൻ പോകുന്നത് കേട്ടോ. ഇത്രയും നാള് നമ്മൾ ചുരിദാർ, നൈറ്റി ഒക്കെ ആയിരുന്നു പഠിച്ചത്. ഇന്ന് നമ്മൾ പാന്റ് ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നോർമൽ പാന്റ്, അതായത് സാധാരണ ചുരിദാർ പാന്റ് ഇല്ലേ, അതും നിങ്ങൾക്ക് ചെയ്യുവാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിതിന്റെ അളവുകൾ ഒന്ന് നോക്കാം കേട്ടോ. ഇതില് ഞാൻ ഫുൾ ലെങ്ത് എടുത്തിരിക്കുന്നത്, അതായത് പാന്റിന്റെ ലെങ്ത് എടുത്തിരിക്കുന്നത് 42 ഇഞ്ചാണ്. ഇപ്പൊ നമ്മൾ എവിടെയാണോ പാന്റിന്റെ വള്ളി കെട്ടുന്നത് ആ ഭാഗത്ത് ടേപ്പ് വെക്കുക. എന്നിട്ട് താഴത്തേക്ക് അറ്റം വരെയുള്ള ഫ്ലോർ വരെയുള്ള ലെങ്ത് നമുക്ക് എടുക്കാം കേട്ടോ. പാന്റിന് പ്രത്യേകിച്ച് പാട്ടിൽ എന്ന് പറയുമ്പോൾ നല്ല ലെങ്ത്തിൽ ഉണ്ടായാലേ ഭംഗി ഉണ്ടാവുകയുള്ളൂ. ഇപ്പോഴത്തെ മോഡൽ സിഗരറ്റ് പാന്റിലും അതുപോലെ തന്നെ നാരോ പാന്റിലൊക്കെ ലെങ്ത് കുറവാണ്, ഒരു 3/4 ഭാഗം മതി. പക്ഷെ പാട്യാലയും സാധാരണ നോർമൽ പാന്റൊക്കെ തയ്ക്കുമ്പോൾ നമ്മൾ നല്ല ലെങ്ത് കൊടുക്കുക. ഓക്കെ, പിന്നെ നമ്മൾ ഇതിനെ രണ്ടായിട്ടൊന്ന് ഡിവൈഡ് ചെയ്യും. സീറ്റുമായിട്ടും അതുപോലെ സ്കേർട്ട് പാർട്ടുമായിട്ടും. സീറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ആ അരഭാഗത്ത് നമ്മൾ ഒരു 9 ഇഞ്ച് അല്ലെങ്കിൽ 8 ഇഞ്ച് ലെങ്ത് ആയിട്ട് സീറ്റ് സെപ്പറേറ്റ് ചെയ്യും കേട്ടോ. ബാക്കിയുള്ള അവിടെ നിന്ന് ബാക്കിയുള്ള ലെങ്ത് ആണ് നമ്മൾ സ്കേർട്ട് ആയിട്ട് എടുക്കുന്നത്. ഈ സ്കേർട്ട് ഭാഗത്താണ് നമ്മൾ ചുരുക്കിയിട്ടിട്ട് ആ പാന്റിനെ നല്ല ഭംഗിയാക്കി മാറ്റുന്നത്. അപ്പൊ നമ്മൾ ചുരിദാർ തയ്ക്കുമ്പോൾ നമ്മൾ യോക്കും സ്കേർട്ടുമായിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട് അല്ലെ. ഇതുപോലെ നമ്മൾ പാന്റിനെയും നമുക്ക് രണ്ടായിട്ടൊന്ന് സെപ്പറേറ്റ് ആക്കാം, സീറ്റും അതുപോലെ തന്നെ സ്കേർട്ടും. ഓക്കെ, അപ്പോൾ ആദ്യമേ ലെങ്ത് എടുക്കുക. ഞാനപ്പോൾ 42 ഇഞ്ചാണ് ലെങ്ത് എടുത്തിരിക്കുന്നത്. ഇതിൽ ഞാൻ സീറ്റ് ലെങ്ത് ആയിട്ട് 9 ഇഞ്ച് എടുത്തിട്ടുണ്ട്. ഈ 9 എന്നുള്ളത് 8 ഇഞ്ച് ആണെങ്കിലും മതി, കുഴപ്പമില്ല. 7 ഇഞ്ച് ആണെങ്കിലും കുഴപ്പമില്ല. 7ന് താഴെയിലേക്ക് പോകരുത് കേട്ടോ. 7 മുതൽ 7, 8, 9 ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് എടുക്കാം. അപ്പൊ നമ്മൾ ഈ ഫുൾ ലെങ്ത്തിൽ നിന്ന് ഈ സീറ്റ് അങ്ങ് മൈനസ് ചെയ്യുക. അപ്പൊ നമുക്കിതിന് സ്കേർട്ട് ലെങ്ത് കിട്ടും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് ലെങ്ത് കാര്യങ്ങളൊക്കെ വരുന്നത് മനസ്സിലായല്ലോ. ബാക്കിയുള്ളത് ക്രോച്ച് ലെങ്ത്തും അതുപോലെ താഴത്തെ വീതിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം, എത്രയാണെന്ന് അറിയാം അല്ലെ. അപ്പോൾ നമുക്കിനി തുണി മടക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഒരു തുണിയാണ് ഞാൻ നൈറ്റി പീസായിട്ട് എടുത്തിട്ടുള്ളത്. ഫുൾ ഒരേ വർക്ക് തന്നെയാണ്, അതും ബ്ലാക്കിൽ ബ്ലൂ ഡിസൈൻ വന്നിട്ടുള്ളൊരു മെറ്റീരിയൽ ആണ് കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് തുണി മടക്കാം. ഫസ്റ്റ് നമുക്ക് തുണി ഫുള്ളായിട്ടൊന്ന് നിവർത്തി കൊടുക്കാം. 3 മീറ്റർ എന്ന് പറയുമ്പോൾ നല്ല വീതി ഉണ്ടാവും തുണിക്ക്. നല്ല വീതിയല്ല, നല്ല നീളം ഉണ്ടാവും. നീളം നോക്കിക്കോട്ടോ നിങ്ങള്. തുണി ഇങ്ങനെ ഒന്ന് ഇട്ടു. ഇനി ഇതിന്റെ നീളം നോക്കുക. കണ്ടോ, 3 മീറ്റർ തുണിയാണ് നമുക്കുള്ളത്. അപ്പൊ നമുക്കൊരു ഹെവി പാട്ടിയാലൊക്കെ നൈറ്റി പീസ് തന്നെ നമുക്ക് ധാരാളമാണ്. 125 രൂപയെ നമുക്കിതില് മുതൽ മുടക്കുള്ളൂ. അപ്പോൾ നമുക്ക് തുണി ഒന്ന് മടക്കി എടുക്കാം കേട്ടോ. ആദ്യമേ ഈ അറ്റം നമ്മുടെ കയ്യിലെടുക്കുക. ഈ അറ്റം നമ്മുടെ കയ്യിലെടുക്കുക. എന്നിട്ട് ഇതിന്റെ ഏറ്റവും അവസാനത്തെ അറ്റമില്ലേ, ഇതേപോലെ തന്നെ ഏറ്റവും താഴെ ഉണ്ടാവും അല്ലെ. അപ്പൊ ആ ഭാഗത്തേക്ക് ഇങ്ങനെ അങ്ങോട്ട് കൈ പിടിച്ച് കൊണ്ടുവരിക. അപ്പൊ നമുക്ക് താഴെയുള്ള അറ്റം കിട്ടി. ഇനി ഞാൻ ആദ്യത്തെ അറ്റവിന്റെ കയ്യിലുണ്ടേ ഇപ്പോഴും ഇവ തമ്മിൽ ഇങ്ങനെ അങ്ങോട്ട് മടക്കിയെടുത്തു. അതായത് തുണി നമ്മൾ നീളത്തില് രണ്ടാക്കി ഇങ്ങനെ മടക്കി അങ്ങോട്ട് എടുക്കുവാണ് ചെയ്യുന്നത്. ഇനി എന്ത് ചെയ്യണം, താഴത്ത് നിന്ന് കറക്റ്റ് ലെവലില് ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ ഒന്ന് കറക്റ്റ് ലെവൽ ചെയ്ത് കൊണ്ടുവന്നിട്ട് ഏറ്റവും മുകൾ വശം നമുക്കൊന്ന് കൊണ്ടുവരാം. ഒരു ചൊളിവോ ഒന്നും ഇല്ലാതെ വേണം ഇങ്ങനെ അങ്ങോട്ട് തുണി മടക്കിയെടുക്കാൻ. നമ്മളിപ്പോ രണ്ടാക്കി തുണി ഇങ്ങനെ മടക്കിയെടുത്തല്ലേ. കണ്ടില്ലേ, രണ്ടാക്കി ഇങ്ങനെ മടക്കിയെടുത്തു. ഇനി വീണ്ടും ഒരു മടക്കും കൂടെ ഇവ കയ്യിലെടുക്കുക. അതുപോലെ ഇതിന്റെ ഏറ്റവും അറ്റം ഇല്ലേ, ഇതും കയ്യിലെടുത്തു. എന്നിട്ട് വീണ്ടും ഇങ്ങനെ അങ്ങോട്ട് മടക്കി നമ്മൾ എടുക്കുക. ഇപ്പൊ നമ്മൾ തുണി ഇങ്ങനെ 4 ആക്കി മടക്കി അങ്ങോട്ട് എടുത്തിട്ടുണ്ട്.
ഇതുപോലെ ഇങ്ങനെ തുണി ഞാൻ വിരിച്ചിട്ട് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ തുണി ഇങ്ങനെ 4 ആക്കി ഒന്ന് മടക്കിയിട്ടു. ഇതാണ് നമ്മളുടെ പാൻറ്റിന്റെ ലെങ്ത് വരേണ്ട ഭാഗം. ഇത് വിട്ടാണ് കേട്ടോ, ഈ ഭാഗത്താണ് നമുക്ക് വിട്ട് വരേണ്ടത്. അപ്പൊ നമുക്ക് ഈ തുണി ഇങ്ങനെ അങ്ങോട്ടൊന്ന് വിരിച്ചിടാം, എന്നാലേ നമുക്ക് കട്ട് ചെയ്യാനായിട്ട് എളുപ്പത്തിന് കിട്ടുകയുള്ളൂ. ഇനി ഞാൻ എങ്ങനെയാണ് ഈ തുണിയിൽ നമ്മൾ തുണി മടക്കിയതെന്ന് കാണിച്ചു തരാം കേട്ടോ. അതായത് ഈ ഭാഗത്ത് നമുക്ക് ഒറ്റ ഓപ്പണിങ്ങും ഉണ്ടാവത്തില്ല. നോക്കിയേ, ഈ ഭാഗത്ത് നമുക്കിങ്ങനെ കട്ടിങ് ഉണ്ടാവത്തില്ല കേട്ടോ. ഇങ്ങനത്തെ തുണിയായിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക, കട്ടിങ് ഇല്ലാത്ത ഭാഗമായിരിക്കും. ഇനി മുകൾ ഭാഗത്തുണ്ടല്ലോ ഇങ്ങനെ എല്ലാം ഓപ്പണിംഗ് ആയിരിക്കും. 1 2 3 4 ഇങ്ങനെ 4 ഓപ്പണിംഗ് ഇങ്ങനെ ഉണ്ടാവും കേട്ടോ. ഇനി പാൻറ്റിന്റെ ഏറ്റവും അറ്റം, അതായത് ഈ ഭാഗത്ത് നമുക്കിങ്ങനെ ഒരു ഓപ്പണിംഗ് 1 2 3 ഇങ്ങനെയാണ് ഈ വീതി വരിക. ഇത് വീതിയും ഇത് നീളവുമാണ്. ഓക്കെ, ഇനി ഏറ്റവും താഴെ ഭാഗം, അവിടെയും ഇതുപോലെ 4 ഓപ്പണിംഗ് 1 2 3 4. ഓക്കെ, അപ്പോൾ ഞാൻ തുണി എങ്ങനെയാണ് മടക്കിയിട്ടതെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്കിതില് ബാക്കിയുള്ള എല്ലാ അളവുകളും ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മള് കറക്റ്റ് ആയിട്ട് തുണി ഒന്ന് മടക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇതില് ആദ്യമേ നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ സ്കേർട്ടിന്റെ ലെങ്ത് ആണ്. അതായത് ഈ 33 ഇഞ്ചാണ് നമ്മൾ ഈ തുണിയിൽ മാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ് ഈ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്തതിനു ശേഷമാണ് നമ്മൾ സീറ്റ് കട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ സ്കേർട്ട് ലെങ്ത് എത്രയാണ്? 33 ഇഞ്ച്. ഈ 33 ഇഞ്ച് നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ അങ്ങോട്ട് താഴത്തേക്ക് മാർക്ക് ചെയ്യണം. ഇനി നമുക്ക് ടേപ്പ് എടുക്കാം കേട്ടോ. ടേപ്പ് എടുത്തിട്ട് ഏറ്റവും മുകളിൽ ടേപ്പ് ഇങ്ങനെ വെക്കുക. തുണിയുടെ ഏറ്റവും മുകളിൽ ടേപ്പ് വെക്കുക. എന്നിട്ട് നമുക്ക് താഴത്തേക്ക് 33 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ടേപ്പ് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. നോക്കിയേ, താഴത്തേക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് വേണ്ട അളവാണ് 33 ഇഞ്ച്. ഇതിനെ കൂടെ 1 ഇഞ്ച് സീം അലവൻസ് ചേർത്തിട്ട് 34 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ എനിക്കിപ്പോ ഇത് കറക്റ്റ് അളവാണ്, ഒന്നും തന്നെ കട്ട് ചെയ്യാനില്ല. അപ്പോൾ നിങ്ങൾക്ക് അളവ് വരുന്നത് 30 ഇഞ്ചാന്ന് കരുതുക. അപ്പോൾ കറക്റ്റ് 30 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 31 ഇഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നിങ്ങളത് കട്ട് ചെയ്ത് മാറ്റണം. നമ്മൾ ഇവിടുത്തെ വണ്ണം കൂടെ മാർക്ക് ചെയ്തതിന് ശേഷം അതിങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്ത് മാറ്റുക. എനിക്കിപ്പോ ഇതിലൊന്നും തന്നെ കട്ട് ചെയ്യാനില്ല. കറക്റ്റ് 33 ഇഞ്ച് പ്ലസ് അതിനെ കൂടെ 1 ഇഞ്ച് സീം അലവൻസും ചേർത്തിട്ട് 34 ഇഞ്ച്. ഓക്കെ, ഇനി നമ്മൾ ഇതില് മാർക്ക് ചെയ്യേണ്ടത് വീതിയാണ്. അതായത് ഇതാണ് വീതി. അപ്പൊ വീതി നമുക്ക് എത്രയും കിട്ടോ അത്രയും നല്ലതാണ് കേട്ടോ. നിങ്ങളിപ്പോ വിചാരിക്കും നൈറ്റ് പീസ് 3 മീറ്റർ അല്ലേ, അപ്പൊ ഞങ്ങൾ തുണി വാങ്ങിക്കുമ്പോൾ എത്ര മീറ്റർ ആണ് വാങ്ങിക്കേണ്ടതെന്ന്. നമുക്കൊരു പാട്ടിയാല തയ്ക്കുവാൻ വേണ്ടിയിട്ട് 3 മീറ്റർ തുണി തന്നെ വാങ്ങിക്കാം കേട്ടോ. ആ 3 മീറ്ററിൽ എല്ലാ വീതി അങ്ങോട്ട് എടുക്കുക. ഒട്ടും തന്നെ നമ്മൾ അത് കുറയ്ക്കേണ്ട ആവശ്യമില്ല. ഇപ്പോ ഈ പാന്റില് വീതി എനിക്ക് കിട്ടുന്നത് ഫുള്ളായിട്ട് വരുന്നത് 28 ഇഞ്ച് വീതിയാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഞാൻ ഇത് ഫുള്ളായിട്ട് അങ്ങോട്ട് എടുക്കുവാണ്. ചുരുക്കം നമ്മൾ ഇട്ട് നല്ല ഭംഗിയുള്ളൊരു പാട്ടിയാല നമ്മൾ ചെയ്തെടുക്കും. അപ്പൊ നമ്മളിപ്പോ നീളം എടുക്കാനും പഠിച്ചു, അതുപോലെ പാന്റിന്റെ വീതി എന്തോരം എടുത്തെന്നും ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൽ മാർക്ക് ചെയ്യാൻ പോകുന്നത് ക്രോച്ച് ലെങ്ത് ആണ്. അതായത് നമുക്ക് പാന്റിന് ഒരു ജോയിന്റ് ഭാഗം ഉണ്ടാവും, അതാണ് നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ആ കാണുന്ന അറ്റത്താണ് നമുക്ക് ജോയിന്റ് ഭാഗം, ഇല്ലെങ്കിൽ ക്രോച്ച് ലെങ്ത് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആ അറ്റം ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ നമുക്ക് ക്രോച്ച് ലെങ്ത് മാർക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ തുണിയുടെ ആ അറ്റത്താണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അപ്പൊ അത് ഇങ്ങനെ അങ്ങോട്ടൊന്ന് ഞാൻ വലിച്ചിങ്ങോട്ട് എടുക്കുവാണേ, നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, കറക്റ്റ് മാർക്കിങ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അങ്ങോട്ട് നീക്കി വെച്ചിരിക്കുന്നത്. അതാ ഈ അറ്റത്ത് നമുക്ക് 9 ഇഞ്ചാണ് ക്രോച്ച് ലെങ്ത് ആയിട്ട്, അതായത് ജോയിന്റ് ഭാഗമായിട്ട് വേണ്ടത്. അപ്പൊ കറക്റ്റ് ടേപ്പ് ഇങ്ങനെ ഈ അറ്റത്ത് വെക്കുക. എന്നിട്ട് ഇവിടെ 9 ഇഞ്ച് ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. കറക്റ്റ് 9 ഇഞ്ച്. ഓക്കെ, ഇനി നമ്മൾ മാർക്ക് ചെയ്യാൻ പോകുന്നത് പാന്റിന്റെ താഴത്തെ വണ്ണമാണ്. അതായത് ഈ ഭാഗത്തെ വണ്ണമാണ് മാർക്ക് ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്താണ് നമുക്ക് താഴെയുള്ള വണ്ണം മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഭാഗത്ത് ഞാൻ 8 ഇഞ്ചാണ് വണ്ണം മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അതിനെ കൂടെ 1 ഇഞ്ച് നമുക്ക് സീം അലവൻസ് വെക്കാം. കുറച്ച് ലൂസ് നമുക്ക് താഴത്ത് വേണം.
ഇപ്പോൾ ഒരു 6 ഇഞ്ചൊക്കെയാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ ടൈറ്റ് ആയി പോകും താഴെ ഭാഗം. അപ്പോൾ കുറച്ച് ലൂസ് വിട്ടിട്ട് ഞാനൊരു 8 ഇഞ്ചോളം ഇവിടെ ഇങ്ങനെ വിട്ട് കൊടുക്കുന്നുണ്ട്. ചുരി ബോട്ടമൊക്കെ ആകുമ്പോൾ നമ്മൾ ഒരു തരി പോലും ഇതുപോലെ അങ്ങോട്ട് ഓവറായിട്ട് വിട്ട് കൊടുക്കത്തില്ല. ഒരു 5 ഇഞ്ചിലൊക്കെ കാലിന്റെ ഏറ്റവും താഴെയുള്ള വണ്ണമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യാൻ പോകുന്നത് കേട്ടോ. പക്ഷെ ഇത് ലൂസ് ഉള്ള പാന്റ് അല്ലേ, അപ്പൊ നമുക്ക് കുറച്ച് ലൂസ് വിട്ട് കൊടുക്കാം. അപ്പോൾ കറക്റ്റ് വണ്ണം 8 ഇഞ്ചിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. 1 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് നമുക്ക് 9 ഇഞ്ചിൽ ഇങ്ങനെ ഒന്ന് മാർക്ക് ചെയ്യാം. ഇനി നമ്മൾ ചെയ്യേണ്ടത് ടേപ്പ് എടുക്കുക. ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ക്രോസ് ലെങ്ത് ഇല്ലേ ആ ഭാഗത്ത് ടേപ്പ് വെക്കണം. ഇതാ ഈ ക്രോസ് ലെങ്ത്തില് ടേപ്പ് ഇങ്ങനെ ഈ അറ്റം ഇങ്ങനെ വെക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഭാഗം ഇവിടെയും വെക്കുക. ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കുക. ഒരു ലൈൻ വരച്ചു കൊടുക്കുക. അപ്പൊ നമ്മൾ ക്രോച്ച് ലെങ്ത്തിലും ടേപ്പ് വെക്കുക. അതിനുശേഷം കാലിന്റെ താഴെ ഭാഗത്തും സീം അലവൻസ് ഉള്ള ഭാഗത്ത് ഇങ്ങനെ വെച്ചിട്ട് ടേപ്പ് നന്നായിട്ട് വലിച്ചു പിടിക്കുക. ഇപ്പോൾ ആ അറ്റത്ത് എന്റെ മോളെ കൊണ്ടിട്ടാണ് കേട്ടോ ഞാനൊന്ന് ടേപ്പ് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് പിടിച്ചിരിക്കുന്നത്. അതുപോലെ ഈ ഭാഗത്ത് ഞാൻ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് ഒരൊറ്റ ലൈൻ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ടേപ്പ് മാറ്റുമ്പോൾ നമുക്ക് ഇതുപോലത്തെ ഒരു ലൈൻ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം. കറക്റ്റ് നമ്മൾ വരച്ചിരിക്കുന്ന ആ ഭാഗത്ത് കൂടി ഇങ്ങനെ അങ്ങോട്ട് കട്ട് ചെയ്യാം. നമ്മള് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പാന്റ് ഇങ്ങനെ ഒന്ന് സൈഡ് ഒന്ന് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മുടെ ഈ ക്രോച്ച് ഏരിയ ഇല്ലേ ഇവിടെ നമുക്ക് 2 തുണി മാത്രമേ ഇങ്ങനെ ഓപ്പണിംഗ് ആയിട്ട് ഉണ്ടാവുകയുള്ളൂ. ഇതും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുക്കാം. അതായത് ഈ തുണി ഇങ്ങനെ വെച്ചിട്ട് ഇതൊന്ന് ഓപ്പൺ ചെയ്യാണ് കേട്ടോ. അപ്പോൾ പാന്റിന്റെ നമ്മൾ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കട്ട് ചെയ്യാനുള്ളത് ഇതിന്റെ സീറ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു പീസ് നമ്മൾ നല്ല വീതിക്കാണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. 2 പീസ് ഉണ്ടാവും. വീതി കണ്ടോ, നമുക്ക് നല്ല വീതിയാണ് ഉള്ളത്. നോക്കിയേ, ഇതൊക്കെ നമ്മൾ ചുരുക്കിയിട്ടിട്ട് നമ്മൾ ചെറുതാക്കി എടുക്കും കേട്ടോ. ഇത്രയും വീതിയാണ് നമുക്ക് ഉള്ളത്. അപ്പൊ നമ്മള് പാന്റിന്റെ പീസ് ഇങ്ങനെയാണ് കട്ട് ചെയ്ത് എടുത്തിരിക്കുന്നത്. ഇതിന്റെ ഏറ്റവും മുകളിൽ നമ്മൾ പ്ലീറ്റ്സ് ഇടും. അതായത് ചുരുക്കിട്ട് ഇതൊന്ന് കുറച്ച് ഇത്രയുള്ള വീതി നമ്മൾ ചുരുക്കി ഇങ്ങനെ കൂടെ ചുരുക്കിയെടുക്കും കേട്ടോ. ഇനി നമുക്ക് സീറ്റ് കട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ബാക്കിയുള്ള ഈ കഷ്ണത്തിൽ നിന്നാണ് നമ്മൾ സീറ്റ് പീസ് കട്ട് ചെയ്യാൻ പോകുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതുപോലത്തെ 4 കഷ്ണങ്ങളാണ് ഉള്ളത്. 1 2 3 4. ഈ 4 കഷ്ണം ഇങ്ങനെ അങ്ങോട്ട് വെച്ചു കൊടുക്കാം. ഒരു തുണിയിൽ നമുക്ക് ഈ ഭാഗം ഇങ്ങനെ ഓപ്പണിംഗ് ആയിരിക്കത്തില്ല, അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇവിടെ ഇങ്ങനെ നമുക്ക് ഓപ്പണിംഗ് അല്ല, അതൊന്ന് നമ്മൾ ഓപ്പൺ ചെയ്ത് കൊടുക്കുവാണ്. ഇങ്ങനെ അങ്ങോട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പൊ നമുക്ക് ടോട്ടലായിട്ട് 4 പീസായി. 1 പീസ്, 2 പീസ്, 3 പീസ്, 4 പീസ്. ഇതില് 1 പീസ് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് വെക്കാം. ഇപ്പൊ ഒരു ട്രയാങ്കിൾ ഷേപ്പിലാണ് നമുക്ക് ഈ കട്ട് പീസ് ഉള്ളത്. അപ്പൊ ഞാനിപ്പോ എടുത്തു വെച്ചിരിക്കുന്ന ഈ തുണിയുടെ നല്ല വശമാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് നിവർത്തിട്ടിരിക്കുന്നത്. ഇതാണ് ഇതിന്റെ ഉൾവശം. കളറ് കുറവായ വശമാണ് ഉൾവശം. അപ്പൊ നല്ല വശം ഇങ്ങനെ അങ്ങോട്ട് നിവർത്തിയിടുക. എന്നിട്ട് രണ്ടാമത്തെ ഒരു പീസ് എടുക്കുക. രണ്ടാമത്തെ പീസ് എടുക്കുമ്പോൾ അതിന്റെ നല്ല വശം ഇവ തമ്മിൽ നമുക്ക് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് എടുക്കാം. അപ്പൊ ജോയിൻ ചെയ്യുമ്പോൾ ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് വേണം ജോയിൻ ചെയ്ത് എടുക്കുവാനായിട്ട്. ഇവിടെ ഒരു 1/2 ഇഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ട് സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കൊരു സ്ക്വയർ പീസായിട്ട് ഇങ്ങനെ ഒരു സ്ക്വയർ പീസായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് സീറ്റ് കട്ട് ചെയ്യാം. സെയിം ഇതേപോലെ തന്നെ ഇതും ഒന്ന് ചെയ്തെടുക്കണം. അപ്പൊ ഞാനിപ്പോ ഇവ തമ്മിലൊന്ന് ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇങ്ങനെ ഒരു സ്റ്റിച്ച് നമുക്കിങ്ങനെ ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഇത്രയുള്ളൊരു വലിയ പീസായിട്ട് കിട്ടും. ഇതുപോലത്തെ 2 തുണി നമുക്ക് വേണം, എന്നാലേ നമുക്ക് സീറ്റ് പീസ് കട്ട് ചെയ്യാൻ പറ്റുള്ളൂ.
അപ്പോൾ രണ്ടും ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മൾ 2 തുണി ഇങ്ങനെ കറക്റ്റ് ലെവലിൽ ഇങ്ങനെ ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിങ്ങനെ ഒന്ന് 2 ആക്കി മടക്കി എടുക്കാം കേട്ടോ. കറക്റ്റ് ഇങ്ങനെ വെച്ചിട്ട് 2 ആക്കി ഒന്ന് മടക്കി എടുക്കാം. നമുക്ക് ഈ താഴെ ഭാഗമൊക്കെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാം. എന്തെങ്കിലുമൊക്കെ വളവുണ്ടെങ്കിൽ അതും കൂടെ സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതെ, ഞാനപ്പോൾ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സീറ്റിന്റെ ലെങ്ത് ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ സീറ്റ് ലെങ്ത് എടുത്തിരിക്കുന്നത് 9 ഇഞ്ചാണ് സീറ്റ് ലെങ്ത് എടുത്തിരിക്കുന്നത്. അത് വേണം തുണിയിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുവാനായിട്ട്. അപ്പോൾ കറക്റ്റ് നമുക്ക് 9 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കാം. 9നെ കൂടെ നമുക്ക് 2 ഇഞ്ച് സീം അലവൻസ് കൂടി വേണം കേട്ടോ. കറക്റ്റ് 9 ഇഞ്ച് പ്ലസ് നമുക്ക് അതിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും കൊടുത്തിട്ട് 11 ഇഞ്ചിൽ മാർക്ക് ചെയ്യാം. നമുക്ക് വള്ളി വെക്കേണ്ട ഭാഗമൊക്കെ ഒന്ന് തയ്ക്കണ്ടേ, അതിന് നമുക്ക് സീം അലവൻസ് വേണം. അപ്പോൾ കറക്റ്റ് നമ്മുടെ സീറ്റ് ലെങ്ത്തിനെ കൂടെ 2 ഇഞ്ച് സീം അലവൻസും ഇട്ടിട്ട് ഞാൻ 11 ഇഞ്ചിൽ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്തെടുത്തു. നമുക്കൊരു സ്കെയിൽ വെച്ചിട്ട് ഇതൊന്ന് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇങ്ങനെ ഒന്ന് വരച്ച് നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ച് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ ഇതിന്റെ വിഡ്ത്ത് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. അതായത് സീറ്റിന്റെ വിഡ്ത്താണ് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത്. അതിനായിട്ട് നമ്മൾ എവിടെയാണോ പാന്റിന്റെ വള്ളി കെട്ടുന്നത് ആ ഭാഗത്ത് ടേപ്പ് ഇങ്ങനെ വെച്ചിട്ട് റൗണ്ട് ആയിട്ട് ലൂസ് ഒന്നും വിടണം കേട്ടോ. കറക്റ്റ് ടൈറ്റ് ആയിട്ട് തന്നെ ഇങ്ങോട്ട് മാർക്ക് ചെയ്ത് എടുക്കുക. അപ്പൊ ഞാനിപ്പോ എന്റെ ബോഡിയിൽ ഞാൻ മാർക്ക് ചെയ്തപ്പോൾ എനിക്ക് വന്ന അളവ് 34 ഇഞ്ചാണ്. ഓക്കെ, ഇതിന്റെ കാൽഭാഗം എടുക്കാം. അപ്പൊ 34ന്റെ കാൽഭാഗം എന്ന് പറയുമ്പോൾ 8.5 ഇഞ്ച്. കറക്റ്റ് നമുക്ക് ഇവിടെ ഇങ്ങനെ 8.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇതിനെ കൂടെ നമുക്ക് 3 ഇഞ്ച് സീം അലവൻസ് വേണം. എന്തിനാണെന്നറിയോ, പാന്റ് നമ്മൾ കറക്റ്റ് ഇങ്ങനെ ടൈറ്റ് ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പാന്റ് ഇടുവാനോ ഊരുവാനും പറ്റത്തില്ല. കുറച്ച് ലൂസ് നമുക്ക് വേണം അല്ലെ. അപ്പോൾ 8.5 എന്നുള്ളത് 9.5, 10.5, 11.5. ഞാൻ കറക്റ്റ് 3 ഇഞ്ച് സീം അലവൻസ് വെച്ചിട്ട് 11.5 ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തു കേട്ടോ. സെയിം താഴെയും 11.5 ഇഞ്ചില് ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ഭാഗം നമുക്ക് എക്സ്ട്രാ നമ്മൾ വിട്ടു കൊടുത്തിരിക്കുന്ന ലൂസ് ഭാഗമാണ്. ഇനി നമുക്ക് സ്കെയിൽ എടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് സീം അലവൻസ് ഉൾപ്പെട്ട ഭാഗം ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുക്കാം. ഇനി സീറ്റ് പീസ് നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ തുടക്കമൊക്കെ അത്യാവശ്യം വണ്ണം ഉണ്ടാവും. അപ്പോൾ നമ്മൾ കറക്റ്റ് നമ്മളുടെ വള്ളി കെട്ടുന്ന ആ ഭാഗത്തിന്റെ കാൽഭാഗം വെച്ച് മാർക്ക് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഉള്ളിൽ തുണി വേണ്ടേ. അതുകൊണ്ടിട്ടാണ് നമ്മളൊരു 3 ഇഞ്ചോളം സീം അലവൻസ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പൊ നമ്മൾ സീറ്റ് പീസ് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്യാം. ദാ ഇത്രയും വിട്ടാണ് കേട്ടോ നമുക്ക് സീറ്റിന് ഉള്ളത്. മനസ്സിലായില്ലേ സീറ്റൊക്കെ എങ്ങനെയാ എടുക്കുന്നതെന്ന്? അപ്പൊ നമ്മൾ ഇങ്ങനത്തെ 2 പീസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിന്റെ സ്റ്റിച്ചിങ് അടുത്ത വീഡിയോയിൽ ചെയ്യാം കേട്ടോ. പ്ലീറ്റ്സ് ഒക്കെ എങ്ങനെയാണ് ഇടുന്നതെന്നും ഇതുമായിട്ട് നമ്മൾ എങ്ങനെ അറ്റാച്ച് ചെയ്യുമെന്നൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പൊ നമ്മുടെ പാട്യാല പാന്റിന്റെ കട്ടിങ് കഴിഞ്ഞു. അപ്പൊ നമുക്ക് പാന്റിന്റെ പീസും നമ്മുടെ സീറ്റിന്റെ പീസൊക്കെ നമുക്ക് ഇങ്ങനെ ഒന്ന് കെട്ടി വെക്കാം കേട്ടോ. അപ്പൊ നാളെ നമുക്ക് ഇതിന്റെ സ്റ്റിച്ചിങ് ചെയ്യാം. അപ്പൊ അതാ കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് നാളെ ഇതിന്റെ സ്റ്റിച്ചിങ് എടുക്കണം. താങ്ക് യു.